ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നവംബർ 15 തൊട്ട് 21 വരെ ന്യൂബോൺ കെയർ വീക്കായിട്ട് ഇന്ത്യയെമ്പാടും ആചരിക്കുന്ന ഒരു അവസരത്തിൽ നവജാത ശിശു പരിപാലനത്തെ പറ്റിയിട്ട് അമ്മമാർക്ക് എന്നും ഒരുപാട് ഡൗട്ട്സ് ആണുള്ളത്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള എന്നും നമുക്ക് പേഴ്സണൽ റൗണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അമ്മമാർ ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. കുഞ്ഞുങ്ങൾക്ക് 2-3 മണിക്കൂർ കൂടുമ്പം കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം, എത്ര വരെ നമ്മൾ അങ്ങനെ ഫീഡ് ചെയ്യണം, ഒരു ഫീഡിംഗ് സെഷൻ എത്ര വരെ നിൽക്കണം, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് അമ്മമാർക്കുണ്ടാകും, പ്രത്യേകിച്ചും ആദ്യമായിട്ട് അമ്മയാവുന്ന സ്ത്രീകളിൽ. സോ നോർമൽ ആയിട്ടുള്ള ഒരു ബേബിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു അഡക്വേറ്റ് ബർത്ത് വെയിറ്റ് ആണ്, മാസം തികഞ്ഞ് ഡെലിവറി ആയ ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ 2.5 കിലോന് മുകളിലാണ് നമ്മൾ നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബേബി ആണെങ്കിൽ ഡിമാൻഡ് ഫീഡിങ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ഫീഡിംഗ് ആണ് നമ്മളെപ്പോഴും പറയുന്നത്. കുഞ്ഞ് കരയുന്ന സമയത്ത് പാല് കൊടുക്കുക, കൃത്യമായൊരു സ്ട്രിക്റ്റ് സ്കെഡ്യൂൾ വെച്ചിട്ട് ഫീഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. എന്നിരുന്നാൽ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ്, അതായത് അമ്മയ്ക്ക് പ്രമേഹം പോലുള്ള കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടി ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ ആണെങ്കിൽ കുഞ്ഞിന് രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടാനും കുഞ്ഞിന് പെട്ടെന്ന് ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരാനും സാധ്യതയുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള സ്റ്റേറ്റിൽ കുഞ്ഞ് പോവുകയാണെങ്കിൽ അത് ബ്രെയിനിനെ വരെ ബാധിച്ച് അപസ്മാരം ഉണ്ടാവുകയും പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് വരെ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബേബീസിന്, അതുപോലെ മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ, വളർച്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് 2 hourly ഫീഡ് ചെയ്യണം എന്ന് നിർബന്ധം പറയാറുണ്ട്. സോ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ രാത്രി കുഞ്ഞിനെ എണീപ്പിച്ച് കരയിച്ച് ഫീഡ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോൾ, കുഞ്ഞ് എണീറ്റ് കരയുമ്പോൾ മാത്രം ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫീഡ് ചെയ്യുന്നത് എത്ര സമയം ഫീഡ് ചെയ്യണം എന്നുള്ളത്. ഒരു ബ്രസ്റ്റിൽ 20 മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5-10 മിനിറ്റ് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നെക്സ്റ്റ് ബ്രസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് 4 മിൽക്ക് എന്ന് പറയുന്ന വളരെ നേർത്ത പാല്, ആദ്യം വരുന്ന 4 മിൽക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് കിട്ടുന്നത് കാരണം കുട്ടിക്ക് ജസ്റ്റ് ദാഹം മാറും. എന്നാൽ ഹൈൻഡ് മിൽക്ക്, അതിന് ശേഷം വരുന്ന കട്ടി കൂടിയ ഹൈൻഡ് മിൽക്ക് എന്ന് പറഞ്ഞ പാല് കുഞ്ഞിന് കിട്ടുന്നില്ല. അത് കിട്ടിയാൽ മാത്രമേ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തുടർച്ചയായി നിങ്ങളിങ്ങനെ 5-10 മിനിറ്റ് മാത്രം ഫീഡ് ചെയ്ത് 2 ബ്രസ്റ്റ് മാറി മാറി ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിന് പുവർ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും അപ്പോൾ അത് നമുക്ക് അമ്മയ്ക്ക് പാല് കുറവാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാവുകയും അനാവശ്യമായി ഫോർമുല മിൽക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ബ്രസ്റ്റിൽ 20 മിനിറ്റ്സ് എങ്കിലും ഫീഡ് ചെയ്ത് കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബ്രസ്റ്റും കൂടെ കൊടുത്ത് ഫീഡിങ് അവസാനിപ്പിക്കുക. സോ ഈ ഇൻഫർമേഷൻ മുലയൂട്ടുന്ന അമ്മമാർക്കും അമ്മയാവാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. The best newborn and maternal care, Nirmala Hospital, Korakad.